ഓം ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം. സ്വാമി ശരണം. അമ്മേ നാരായണ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ശ്രീ ശങ്കരാചാര്യ ഭഗവത്പാദർ രചിച്ച സൗന്ദര്യലഹരി എന്ന സ്തോത്രമാണ്. ഇത് ശിഖരിണി വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മാത്രം ധ്യാന ശ്ലോകങ്ങളെ ഇന്ന് ഞാനിവിടെ ചൊല്ലുന്നുള്ളൂ. ബാക്കി എല്ലാ ദേവന്മാരെയും പറ്റിയുള്ള ധ്യാന ശ്ലോകം മുഴുവനും ലളിതാ സഹസ്രനാമം ഗ്രൂപ്പിലും ദേവി മഹാത്മ്യം ഗ്രൂപ്പിലും ഇട്ടിട്ടുണ്ട്. എല്ലാവരും ധ്യാന ശ്ലോകത്തിനായി, മുഴുവൻ ധ്യാന ശ്ലോകത്തിനായി അവിടെ പോയി നോക്കുക. ഇവിടെ ഈ സൗന്ദര്യലഹരിയെക്കുറിക്കുന്ന ഇതിൻ്റെ മാത്രം ധ്യാന ശ്ലോകമേ ചൊല്ലുന്നുള്ളൂ. ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം ശങ്കര നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനാന്തർഗഹനം പതിതാൻ ആത്മവിദ്യോപദേശേ ത്രാതും ലോകാൻ ഭവതവശികാൻ താപസം വർജ്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനെ മൂലതോ നിഷ്പതന്തീം ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാം. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാം. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാം. ഇനി ഈ സൗന്ദര്യലഹരി സ്തോത്രം ആദിശങ്കരാചാര്യ ഭഗവത്പാദർ രചിച്ചു. ഇതിന് ദേവി മാഹാത്മ്യം എങ്ങനെയാണോ മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്നെടുത്തത്, വിഷ്ണു സഹസ്രനാമം എവിടെ നിന്നാണ് മഹാഭാരതത്തിൽ നിന്നും വ്യാസൻ്റെ കൃതിയായിരുന്നു, അതുപോലെ ആദിശങ്കരാചാര്യ കൃതികളായ അനേകം കാവ്യങ്ങളിൽ നിന്നും എടുത്തതാണ് ഈ സൗന്ദര്യലഹരി ദേവിയുടെ. ഇത് സൗന്ദര്യലഹരി സൂക്തം എന്നൊക്കെ പറയാം. സൂക്തം എന്ന് പറയാം. ഉക്തം എന്ന് പറഞ്ഞാൽ പറയുന്നു, സെഡ്. ഇനി സൂക്തം എന്ന് പറഞ്ഞതുകൊണ്ട് നല്ലതുപോലെ പറഞ്ഞു, വെൽ സെഡ് എന്നർത്ഥം ഇംഗ്ലീഷിൽ. അപ്പോൾ ഇവിടെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നൊക്കെ പറഞ്ഞ ശക്തികൾ കാലദേശ വസ്തു പരിച്ഛേദമായിട്ടുള്ള ബ്രഹ്മം, അതേക്കുറിച്ചാണ് പറയുന്നത്. ആ ശക്തി സത്തെന്ന് പറഞ്ഞാൽ ശിവനും ചിത്തെന്ന് പറഞ്ഞാൽ ശക്തിയും, ആനന്ദവും കൂടുമ്പം സച്ചിദാനന്ദ രൂപം, അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഇവിടെ ശിഖരിണി വൃത്തത്തിലാണിത്. അപ്പോൾ ഇത് ചൊല്ലുന്നതിന് മുമ്പ് ഒരു ചെറിയ ന്യാസം ഉണ്ട്, ഒരു ചെറിയ ധ്യാന ശ്ലോകമുണ്ട് ഈ ശ്ലോകത്തിന്. ഈ ശ്ലോകം ആദ്യത്തെ ഒരു ശ്ലോകമാണ് നമ്മൾ ചൊല്ലുന്നത്. അതിനു മുമ്പ് ന്യാസം അല്ലെങ്കിൽ സങ്കല്പം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിനിയോഗം എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ ഇത്, അതൊന്ന് നോക്കിയിട്ട് പോകാം. അസ്യ ശ്രീ സൗന്ദര്യലഹരി സ്തോത്രസ്യ ഗോവിന്ദ ഋഷി അനഷ്ടഛന്ദഃ ശ്രീ മഹാത്രിപുരസുന്ദരീ ദേവത ശിവശക്തിയാ യുക്തോ ഇതി ബീജം സുധാസിന്ധോർമധ്യേ ഇതി ശക്തി ജപോജൽപശില്പമിതി കീലകം ഹ്രാം ഇത്യാദി ഷഡംഗന്യാസ ധ്യാനം. അപ്പം
ഷഡംഗന്യാസങ്ങൾ, ന്യാസം എന്ന് പറഞ്ഞാൽ ന്യസിക്കുക, ഷഡംഗന്യാസം 6 അംഗങ്ങളെ, ഷഡ് എന്ന് പറഞ്ഞാൽ 6 അംഗങ്ങളെ ന്യസിച്ചുകൊണ്ടുള്ള ഒരു വിനിയോഗമാണിത്. അതായത് ഈ അസ്യ ശ്രീ സൗന്ദര്യലഹരി സ്തോത്രസ്യ, ഈ സൗന്ദര്യലഹരി സ്തോത്രത്തിൻ്റെ ഋഷി ഗോവിന്ദനാണ്. ഗോവിന്ദ ഋഷി. ഛന്ദസ് അഥവാ വൃത്തം, അനുഷ്ടുപ് ഛന്ദം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഛന്ദസ്സാണ് വൃത്തം, അനുഷ്ടുപ്പ് വൃത്തം. ഛന്ദസ് എന്ന് പറഞ്ഞാൽ വൃത്തമാണ്, അനുഷ്ടുപ്പാണ്. ശ്രീ മഹാത്രിപുരസുന്ദരീ ദേവത. ഈ ന്യാസം ഇവിടെ പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ ചൊല്ലാൻ പോകുന്ന ഒരു ശ്ലോകത്തിൻ്റെ അനുഷ്ടുപ് ഛന്ദും ഋഷിയും ശക്തി ദേവതയൊക്കെയാണ് ഈ പറയുന്നത്. അതായത് ഒരു ധ്യാന ശ്ലോകമുണ്ട് ഈ ശ്ലോകത്തിന്. ആ ശ്ലോകത്തിന് വേണ്ടിയാണ് ഈ ന്യാസം. അല്ലാതെ സൗന്ദര്യലഹരി ശിഖരിണി വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ശ്ലോകം ചൊല്ലുന്നതിന് മുൻപ് നമ്മൾ ഈ ന്യാസം ഒന്ന് ചൊല്ലിയിട്ട് ധ്യാന ശ്ലോകം, ഈ ചൊല്ലാൻ പോകുന്ന ശ്ലോകത്തിൻ്റെ അല്ലെങ്കിൽ സൗന്ദര്യലഹരി സ്തോത്രത്തിൻ്റെ ഋഷി ഗോവിന്ദനാണെന്നും ഛന്ദസ് അനുഷ്ടുപ്പാണെന്നും ദേവതാ ശ്രീ മഹാത്രിപുരസുന്ദരിയാണെന്നും ബീജം ശിവശക്തിയായുക്തോ ഇത് ബീജം ശക്തി സുധാസിന്ധോർമധ്യേ എന്നുള്ളത്. അപ്പോൾ സൗന്ദര്യലഹരി സ്തോത്രത്തിൻ്റെ ഋഷി ഗോവിന്ദനും ഛന്ദസ് അനുഷ്ടുപ്പും ദേവതാ ശ്രീ മഹാത്രിപുരസുന്ദരിയും ബീജം ശിവശക്തിയായുക്തോ എന്നതും ശക്തി സുധാസിന്ധോർമധ്യേ എന്നതും ജപോജൽപ്പശില്പം എന്നുള്ളത് കീലകവും ഷഡംഗന്യാസം 6 അംഗങ്ങളെ ന്യാസിച്ച് ഹ്രാം ഇത്യാദി ഷഡംഗന്യാസവും അങ്ങനെയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ഈ സൗന്ദര്യലഹരി സ്തോത്രത്തിൻ്റെ ഋഷി ഗോവിന്ദൻ, ഛന്ദസ് അനുഷ്ടുപ്പ്, ദേവതാ ശ്രീ മഹാത്രിപുരസുന്ദരി, ബീജം ശിവശക്തിയായുക്തോ ശക്തി സുധാസിന്ധോർമധ്യേ, കീലകം ജപോജൽപ്പശില്പം, ഷഡംഗന്യാസം, ഹാം ഇത്യാദി. ഇനി ആ ധ്യാന ശ്ലോകം ഒന്ന് നോക്കിയിട്ട് പഠിക്കേണ്ട കാര്യമില്ല, കാണാതെ പഠിക്കുമെന്ന് വേണ്ടി ഈ ശ്ലോകം വെറുതെ ഞാൻ ചൊല്ലിപ്പോകുന്നതാണ്. അതിനെ കുറിക്കുന്ന ഇതൊന്നും പറഞ്ഞു പോകുന്ന അത്രയേ ഉള്ളൂ. ലൗഹിത്യ നിർജിത ജപാകുസുമാനുരാഗാം പാശാങ്കുശേ ധനുരിഷുനഭിധാരയന്തീം താമ്രായതാം അരുണമാല്യവിശേഷഭൂഷാം താംബൂലപൂരിതമുഖീം ത്രിപുരാം നമാമി. ത്രിപുരയെ നമിക്കുന്നു. അതിൽ എന്തൊക്കെയാണ്? ജപാകുസുമ അനുരാഗം. ജപാകുസുമം ചെമ്പരത്തിപ്പൂവാണ്. അപ്പം ചെമ്പരത്തിപ്പൂവിനെ കൊണ്ടൊക്കെ അലങ്കരിച്ചിരിക്കുന്നതും പാശ അങ്കുശം മുതലായവ, പാശം അങ്കുശം ധനു ഇഷു ഇവയെ ധരിച്ചിരിക്കുന്നവളും, പാശം കയറാണ്, അങ്കുശം തോട്ടിയാണ്, ധനു എന്ന് പറഞ്ഞ വില്ലാണ്, ആ വില്ലിൻ്റെ പേരാണ് ഇഷു എന്ന വില്ലും ധരിച്ചിരിക്കുന്നവളും, താമ്രായതാം അരുണമാല്യ വിശേഷഭൂഷ, താമ്രം താമരയാണ്, താമ്രായതാം അരുണമാല്യം ചുവന്ന മാല കൊണ്ട് വിശേഷമായി അലങ്കരിച്ചിരിക്കുന്നവളും, താംബൂലിതപുരമുഖി താംബൂലം ചവച്ചിരിക്കുന്നതായ മുഖത്തോടു കൂടിയവളും ആയ ത്രിപുരയെ നമിക്കുന്നു എന്ന് ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇവിടെ ഒരു 4 കോണുകളുള്ള ക്ലീം എന്ന ഒരു ചക്രമാണ് ഇത് പറയുന്നത്. 5 ഉപചാരങ്ങളെ കൊണ്ട് ഉപചരിച്ച് ഈ യന്ത്രം പത്മമിട്ട് നെയ്വിളക്കൊക്കെ വെച്ച് പൂജിക്കുകയാണെങ്കിൽ പല ഗുണങ്ങളും ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഈ ശ്ലോകവും നമുക്ക് പഠിക്കേണ്ടതല്ല, ജസ്റ്റ് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പഠിക്കേണ്ടത് ആദ്യത്തെ ശ്ലോകം നമുക്ക് പഠിക്കാം.
ശിവശക്തിയായുക്തോ. അപ്പം അതിനു മുമ്പ് ഒരു സൗന്ദര്യലഹരിയെ കുറിക്കുന്ന ആ ശ്ലോകം ഒന്നും കൂടി ചൊല്ലിയിട്ട് ആദ്യം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന് പറഞ്ഞിട്ട് സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമഃ. ശങ്കരാചാര്യരെ ഒന്ന് സ്മരിച്ചതിന് ശേഷം ആദ്യത്തെ ശ്ലോകം ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാതിവിരഭി പ്രണന്തും സ്തോതും വാ കഥമകൃതപുണ്യപ്രഭവതി. ഒരു പ്രാവശ്യം കൂടെ ചൊല്ലാം. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാതിഭിരഭി പ്രണന്തും സ്തോതും വാ കഥമകൃതപുണ്യപ്രഭവതി. ഇതിൽ 1 മുതൽ 41 വരെയുള്ള ശ്ലോകങ്ങളെ ആനന്ദലഹരി എന്ന് പറയുന്നു. ഇവിടെ ആദ്യത്തെ ശ്ലോകം ശിവശക്തിയായുക്തോ. ശം എന്ന് പറഞ്ഞാൽ മംഗളം എന്നർത്ഥം. അപ്പം ശിവം മംഗളം, മംഗളത്തെ ചെയ്യുന്നവൻ ശിവൻ. ശക്തിയ എന്ന് പറഞ്ഞാൽ ദേവി, ശിവൻ്റെ ശക്തി ദേവിയാണ്. യുക്തോ എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുന്നവൻ. അപ്പം ശിവഹ എന്ന് പറയുന്നത് സർവമംഗളോപേതനായി സ്വയം പ്രകാശനായി അവിദ്യ നിർമുക്തനായി ഇരിക്കുന്ന പരമശിവനെയാണ് ശിവഹ എന്നിവിടെ പറഞ്ഞത്. അപ്പം ശക്തിയ എന്ന് പറഞ്ഞാൽ ശക്തിയോടുകൂടി ദേവിയെയാണ് ശക്തി എന്ന് പറഞ്ഞത്. അപ്പം ജഗത്തിൻ്റെ നിർമ്മാണ ശക്തിയായി ജായാരൂപിണിയായിരിക്കുന്ന മഹാത്രിപുര സുന്ദരിയോട് കൂടിയവൻ. യുക്തോ, യുക്തി എന്ന് പറഞ്ഞാൽ യുക്തോ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ചേർന്നിരിക്കുന്ന, ചേരുമ്പോൾ എന്നൊക്കെ അർത്ഥം. യുക്തോ യതി ചേരുകയാണെങ്കിൽ എന്നുള്ളത്, അല്ലെങ്കിൽ കൂടിയവനെങ്കിൽ. അപ്പം ഈ ശക്തിയോട് കൂടിയവനെങ്കിൽ ആര്? ശിവൻ. ശിവൻ ശക്തിയോട് കൂടിയിരിക്കുകയാണെങ്കിൽ ഭവതി ശക്ത, ശക്തനായി ഭവിക്കുന്നു. ശക്തൻ ഇവിടെ പറഞ്ഞത് സമർത്ഥൻ, സാമർഥ്യമുള്ളവനായി ഭവിക്കുന്നു. പ്രഭവിതും എന്ന് പറഞ്ഞാൽ പ്രഭുവായി ഇരിക്കുന്നതിന്, അതായത് പ്രപഞ്ച സൃഷ്ടിക്ക് ഇരിക്കുന്നതിന്. നാചേദേവം ദേവഹ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലെങ്കിൽ ദേവൻ എന്ന് പറഞ്ഞാലോ, ഇവിടെ ദേവഹ എന്ന് പറഞ്ഞ ഒരു ഇതിൽ നിന്ന് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നവൻ. ആ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ത്രിമൂർത്തികളാണ് ചെയ്യുന്നത്. ബ്രഹ്മാവ് സൃഷ്ടിയെ ചെയ്യുന്നു, മഹാവിഷ്ണു എല്ലാവരെയും രക്ഷിക്കുന്നു, പരമശിവൻ സംഹാരത്തെ ചെയ്യുന്നു. ഈ ത്രിമൂർത്തികൾ ചെയ്യുന്ന ആ ത്രിമൂർത്തികളെയാണ് എല്ലാ ദേവന്മാരെയും, ഇന്ദ്രനെയും കൂടി ആ പരമശിവൻ ഇങ്ങനെ ജഗൻ നിർമ്മാണ ശക്തിയോടുകൂടി ഇരുന്നില്ലെങ്കിൽ എന്നാണ് നചേദേവം ദേവക. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ നടത്തുന്നവർ, അവർക്ക് നാ ഖലു കുശലഹ, അവർ സമർത്ഥനായി ഭവിക്കുന്നില്ല. അതായത് ബ്രഹ്മാവിൻ്റെ കൂടെ ബ്രഹ്മാവിൻ്റെ ശക്തിയായ സരസ്വതി ദേവിയും മഹാവിഷ്ണുവിൻ്റെ കൂടെ മഹാലക്ഷ്മിയും ഇരിക്കുന്നില്ല എങ്കിൽ, കൂടിയിരുന്നില്ലെങ്കിൽ, അതുപോലെ മഹാദേവൻ്റെ കൂടെ ഗൗരി അല്ലെങ്കിൽ പാർവതി ദേവി ഇല്ലെങ്കിൽ നാ ഖലു കുശലഹ, സമർത്ഥനായി ഭവിക്കുന്നില്ല. നിശ്ചയം, ഖലു എന്ന് പറഞ്ഞുകൊണ്ട് നിശ്ചയം എന്നർത്ഥം. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നു സ്പന്ദിതും അഭി, സ്പന്ദിക്കാൻ പോലും സാധിക്കുന്നില്ല.
സ്പന്ദിക്കുക എന്ന് പറഞ്ഞാലോ അനങ്ങാൻ പോലും പറ്റില്ല, ഇളകുന്നതിന് പോലും സാധ്യമല്ല എന്നർത്ഥം. അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ അവർ ശക്തരല്ല. സ്പന്ദിക്കുന്നതിന് പോലും ഇളകുന്നതിന് പോലും സാധിക്കുന്നില്ല. അതഹ ത്വാം, അതഹ എന്ന് പറഞ്ഞാൽ ഇത് ഹേതുവായിട്ട് അല്ലെങ്കിൽ അതുകൊണ്ട്, ത്വാം അങ്ങയെ, ത്വാം എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയെ ദേവിയെ, ആരാധ്യാം ആരാധിക്കപ്പെടുവാൻ യോഗ്യയായ, ആരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭി അഭി, ഹരിയും ഹരനും വിരിഞ്ചനും 3 പേര് അല്ലേ, ത്രിമൂർത്തികൾ. ഹരി മഹാവിഷ്ണു, ഹരൻ മഹാദേവൻ, വിരിഞ്ചൻ ബ്രഹ്മാവ്. ഇവർക്ക് പോലും അഭി, ഈ ഹരിഹര ഇന്ദ്രാദികളാലും അല്ലെങ്കിൽ ത്രിമൂർത്തികളാലോ ഇന്ദ്രനാലോ പോലും എന്നർത്ഥം. അവർക്കൊക്കെ ആരാധിക്കപ്പെടുവാൻ ശക്തിയില്ലാതെയാകുന്നു. എങ്ങനെ ഇരുന്നാൽ ഈ ശക്തിയോടുകൂടി ഇവരിരുന്നില്ലെങ്കിൽ. അതുകൊണ്ട് പ്രണന്തും, ആ ദേവിയെ പ്രണന്തും, പ്രണമിക്കുക എന്ന് പറഞ്ഞാൽ ശരീര അവയവങ്ങളും വാക്കും മനസ്സും, ആ 3 ഇന്ദ്രിയങ്ങളാൽ നമസ്കരിക്കുന്നതിനെയാണ് പ്രണന്തും എന്ന് പറയുന്നത്. ശരീര വാഗ് മനസ്സുകളാൽ നമസ്കരിക്കുന്നതിനും, സ്തോതും വാ കഥം, സ്തോതും എന്ന് പറഞ്ഞാൽ സ്തോത്രത്തെ ചെയ്യുന്നതിനും, സ്തോത്രം ചെയ്യുന്നതിനും, സ്തുതിക്കുന്നതിനും എന്നർത്ഥം. സ്തുതിക്കുന്നതിനോ വാ കഥം എങ്ങനെ സാധിക്കും. അപ്പം എല്ലാ മൂർത്തികളും അവരവരുടെ ശക്തികളാൽ ചേർന്നിരുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അടുത്ത ഇതിൽ പറയുന്നു അകൃത പുണ്യക. അപ്പോൾ അങ്ങനെ ഇരുന്നില്ലെങ്കിൽ അകൃത പുണ്യക, ജന്മത്തിൽ നമ്മൾ മുജ്ജന്മത്തിലൊക്കെ, അന്തരത്തിൽ എന്ന് പറഞ്ഞാൽ മുജ്ജന്മത്തിൽ പുണ്യം ചെയ്യാത്തവനായി പ്രഭവതി, പുണ്യം ചെയ്യാത്തവരായി ഭവിക്കുന്നു. അപ്പോൾ സമർത്ഥനായി ഭവിക്കുന്നു പ്രഭവതി എന്ന് പറഞ്ഞു. അപ്പോൾ ജന്മാന്തരത്തിൽ പുണ്യം ചെയ്യാത്തവനാണ് അകൃത പുണ്യക, അകൃത പുണ്യക. അപ്പോൾ ഇവിടെ എന്താണ് അർത്ഥം? ശിവൻ സർവമംഗളോപേതനായി സ്വയം പ്രകാശനായി, ശക്തിയാന്ന് പറഞ്ഞാൽ ദേവിയുമായി ജഗത്തിൻ്റെ മുഴുവൻ നിർമ്മാണ ശക്തിയെ ജായാരൂപിണിയായിരിക്കുന്ന മഹാ ത്രിപുരസുന്ദരിയോട് യുക്തോ യതി, ശിവൻ കൂടിയവനെങ്കിൽ ഭവതി സമർത്ഥനായി ഭവിക്കുന്നു. പ്രഭവിതും പ്രഭുവായി ഇരിക്കുന്നതിന്, അതായത് പ്രപഞ്ച സൃഷ്ടിക്ക്, നചേദേവൻ ദേവക, പരമശിവൻ ഇങ്ങനെ ജഗൻ നിർമ്മാണ ശക്തിയോടുകൂടി ഇരുന്നില്ലെങ്കിൽ നഖലുകുശലഹ, സമർത്ഥനായി ഭവിക്കുന്നില്ല നിശ്ചയം. സ്പന്ദിതും ഇളകുന്നതിന് പോലും ഇത് ഹേതുവായിട്ട് നിന്തിരുവടിയെ ആരാധിക്കപ്പെടുവാൻ യോഗ്യയായ ഹരിഹര ബ്രഹ്മ ഇന്ദ്രാദികളാലും പ്രണന്തും സ്തോതും വാ കഥം അകൃത പുണ്യപ്രഭവതി, ജന്മാന്തരത്തിൽ പുണ്യം ചെയ്യാത്തവൻ സമർത്ഥനായി എങ്ങനെ ഭവിക്കും എന്ന് അർത്ഥം. ഇനി അതിൻ്റെ ടോട്ടൽ അർത്ഥം നോക്കുകയാണെങ്കിൽ, അല്ലയോ പരാശക്തി സ്വരൂപിണിയായ മഹാത്രിപുരസുന്ദരി, സർവമംഗളോപേതനായ പരമശിവൻ ശക്തിരൂപിണിയായ നിന്തിരുവടിയോടുകൂടിയവനായി ഭവിക്കുന്നില്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് സമർത്ഥനായി തീരുന്നു. ആ പരമശിവൻ അങ്ങനെ കൂടിയിരുന്നില്ലെങ്കിൽ ഒന്നിളകുന്നതിനു പോലും സമർത്ഥനായി ഭവിക്കുന്നില്ല നിശ്ചയം. ഇതു ഹേതുവായിട്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് ബ്രഹ്മ വിഷ്ണു രുദ്രാദികളാലും ആരാധിക്കപ്പെടുവാൻ യോഗ്യയായ നിന്തിരുവടിയെ, അല്ലയോ ദേവിയെ, ത്രികരണങ്ങളെ കൊണ്ട് നമസ്കരിക്കുന്നതിനും, ത്രികരണങ്ങളെന്ന് ഞാൻ പറഞ്ഞ ശരീരം മനസ്സ് വാക്ക്, അതുകൊണ്ട് നമസ്കരിക്കുന്നതിനും സ്തോത്രം ചെയ്യുന്നതിനും ജന്മാന്തരത്തിൽ പുണ്യം ചെയ്യാത്ത ഒരുവൻ എങ്ങനെ സമർത്ഥനായി ഭവിക്കുന്നു. അതായത് ജന്മാന്തരത്തിൽ പുണ്യം ചെയ്യാത്തവന് ഇതൊന്നും ചെയ്യാനായി സാധിക്കുകയില്ല, അതായത് സമർത്ഥനായി ഭവിക്കുന്നില്ല എന്നർത്ഥം. ഇനി ഇവിടെ ഈ ശ്ലോകത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാ ലളിതാ സഹസ്രനാമത്തിൽ. എന്നാലും ഇച്ഛാശക്തിയെ ആശ്രയിച്ച ഈശ്വരനാകുന്നു ശിവൻ.
അല്ലെങ്കിൽ സദാ ആഖ്യ കലാസംവലിതൻ എന്നൊക്കെ പറയാം. വിദ്യാവച്ഛിന്ന ചൈതന്യമായ ബ്രഹ്മത്തിന് തന്നെ ജഗൻ നിർമ്മാണ ശക്തി, അതായത് ബ്രഹ്മാദ്യ അധികാര പുരുഷന്മാർ, ബ്രഹ്മാവ് തുടങ്ങിയ അധികാര പുരുഷന്മാർ പ്രപഞ്ചാന്തപാദികളാകൊണ്ട് അവരാൽ പ്രപഞ്ച ജയിത്രിയായ ദേവിക്കുള്ള നമസ്കാരത്വം യുക്തം തന്നെ. നമസ്കാരിത്വം, നമസ്കരിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. ശിവശബ്ദം 4 ശിവചക്രങ്ങളെയും ശക്തിശബ്ദം 5 ശക്തിചക്രങ്ങളെയും പറയുന്നു. ഈ ശ്രീചക്രത്തിൽ നിന്ന് തന്നെ ജഗത്തിന് ഉൽപ്പത്തി. അപ്പം ശിവശക്തികൾക്ക് ഭാര്യാഭർത്തൃ ന്യായമനുസരിച്ച് ഭാര്യയായ ശക്തിയോട് ഭർത്താവായ ശിവൻ യോജിച്ചുവെങ്കിൽ മാത്രമേ പ്രപഞ്ച സന്താനത്തെ ജനിപ്പിക്കുന്നതിന് ശക്തനാകുന്നുള്ളൂ. ശിവശക്തികളുടെ മേളനം 25 തത്വങ്ങളെയും അതിക്രമിച്ച 26ാമത്തേതായ ഒരു തത്വ അന്തരമാകുന്നു. ഇതൊക്കെ നമ്മൾ ദേവി മഹാത്മ്യത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ മേളനത്തിൽ നിന്ന് തന്നെ ജഗതുൽപ്പത്തിയാദികൾ, അപ്പം അല്ലാതെ ശിവനിൽ നിന്ന് മാത്രമോ ശക്തിയിൽ നിന്ന് മാത്രമോ ഒന്നും നടക്കുന്നില്ല എന്നർത്ഥം. ഈ ശ്ലോകത്തിലെ മന്ത്രോദ്ധാരണത്തെ പറയാം. ശിവശക്തി ശബ്ദങ്ങൾ രണ്ടും ഷോഡശാക്ഷരി മന്ത്രത്തിൽ ആദ്യമുള്ള 2 അക്ഷരങ്ങളെ പറയുന്നു. ഇത് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, അല്ലാതെ ഇതൊക്കെ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ വിശദീകരിച്ച് പഠിച്ചതാണ്. എന്നാൽ ഇത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. 2 അക്ഷരങ്ങൾ പൂർവാർത്ഥത്തിലുള്ള പദങ്ങളുടെ സംഖ്യയെല്ലാം 16, അതായത് 32ാമത്തെ ശ്ലോകത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അതൊന്ന് നോക്കിയിട്ട് ഒന്നും കൂടി 32 32ാമത്തെ ശ്ലോകത്തിൽ ശിവശക്തി കാമക്ഷിതിരഥരവി ശീതകിരണക സ്മരോ ഹംസ ശക്രസ്തനുജ പരാമഹ മാരഹരയ അമീഹൃല്ലേഖാവീ ത്രിസൃഭിരവസാനേഷു ഘടിത ഭജന്തേ വർണ്ണാസ്തേ തവ ജനനി നാമാവയവത. അതായത് ശിവശക്തി കാമ, കകാരം ഏകാരം ഈകാരം, ക്ഷിതി അഥ രവി ളകാരം അവസാന ദ്യോതകം ഹകാരം, ശീതകിരണ സ്മരഹ സകാരം കകാരം, ഹംസചക്ര ഹകാരം ലകാരം. ഇതൊക്കെ പറഞ്ഞ് കുറേ അക്ഷരങ്ങളെ പറ്റിയാണ് പറയുന്നത്. നമ്മൾക്കതൊന്നും ശ്രദ്ധിക്കേണ്ട, കുറേ നമുക്ക് അർത്ഥം മാത്രം. അപ്പോൾ ഇവിടെ ഷോഡശാക്ഷരങ്ങളും അതാണ് 16 അക്ഷരം എന്ന് പറഞ്ഞത്. അതായത് കകാരം, ഏകാരം, ഇകാരം, ഇനി ഈകാരം, ആ ഊ, അതായത് ഹരിഹര ഈ എന്ന് പറഞ്ഞാൽ അനുസ്വാരവും കൂടെ ചേരുമ്പോൾ ഹ്രീങ്കാരമായി. ഇങ്ങനെയൊക്കെയാണ് ഇച്ഛാശക്തികളെ ക്രിയ കൊണ്ടും ശക്തി ശബ്ദം കൊണ്ടും നമ്മൾ ഹരിഹര വിരിഞ്ചാതി ശബ്ദം കൊണ്ട് അകാരം ഉകാരം അകാരം അല്ലേ, അകാരം ബ്രഹ്മാവ്, ഉകാരം ശിവൻ, മകാരം വിഷ്ണു, അങ്ങനെയാണ്. അപ്പോൾ പ്രണവവും മറ്റ് മന്ത്രങ്ങളും എല്ലാം അതിൽ പറയുന്നു. അപ്പോൾ ഈ സ്തോത്രത്തിൽ ഹരിഹര ബ്രഹ്മാദ്യ ആരാധ്യയായി പ്രപഞ്ച ജനയിത്രിയായിരിക്കുന്ന മഹാത്രിപുര സുന്ദരിയെയും നവയോന്യ ആത്മകമായ ശ്രീചക്രത്തെയും ശ്രീ ഷോഡശാക്ഷരി മന്ത്രത്തെയുമാണ് മുഖ്യമായി പറയുന്നത്. ഈ 3 വിഷയവും മേൽ കാണിച്ച വിധത്തിൽ പ്രഥമ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്നത് കൂടാതെ പ്രണവവും നകാരമകാര ശിവശബ്ദ ദീർഘകാരങ്ങൾ കൊണ്ട് പഞ്ചാക്ഷര മഹാമന്ത്രവും ഉൾപ്പെട്ടിരിക്കുന്നു. ഓരോ ശ്ലോകങ്ങൾക്ക് യന്ത്രവും യോഗവും കൂടി ചേർത്തിട്ടുണ്ട്. യന്ത്രങ്ങൾക്ക് സ്വയമേ ചൈതന്യമുള്ളതിനാൽ അതാത് യന്ത്രങ്ങൾ തങ്കത്തകിടിലെഴുതി അതിൽ സർവ യന്ത്രാത്മികമായ മഹാത്രിപുര സുന്ദരിയെ ധ്യാനിച്ച് പഞ്ചോപചാരം കൊണ്ട് പൂജിച്ച് അതിന് പറഞ്ഞിരിക്കുന്ന നൈവേദ്യം ചെയ്ത് ഋഷി ഛന്ദസ്സു കൊണ്ട് ശ്ലോകം ജപിച്ചു തുടങ്ങിയാൽ എല്ലാ ഫലവും കിട്ടുന്നു എന്നാണ് ആ ധ്യാന ശ്ലോകവും യന്ത്രവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അത്രയൊന്നും ചെയ്യണ്ട, ജസ്റ്റ് നമ്മൾക്ക് ഓരോ ശ്ലോകങ്ങൾ പഠിച്ച് പോകാം. അപ്പോൾ ആദ്യത്തെ ശ്ലോകം
ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അധസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാതിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃതപുണ്യപ്രഭവതി. ഇവിടെ സ്തോത്രം, സ്തുതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മുഴുവനും ഇതിൻ്റെ എല്ലാം അർത്ഥം ഒന്നും കൂടി പറയാം. അല്ലയോ പരാശക്തി സ്വരൂപിണിയായ മഹാത്രിപുര സുന്ദരി, സർവമംഗളോപേതനായ പരമശിവൻ ശക്തിരൂപിണിയായ നിന്തിരുവടിയോടുകൂടിയവനായി ഭവിക്കുന്നുവെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് സമർത്ഥനായിത്തീരുന്നു. ആ പരമശിവൻ അങ്ങനെ കൂടിയിരുന്നില്ലെങ്കിൽ ഒന്നിളകുന്നതിന് പോലും സമർത്ഥനായി ഭവിക്കുന്നില്ല നിശ്ചയം. ഇത് ഹേതുവായിട്ട് അല്ലെങ്കിൽ അതുകൊണ്ട് ബ്രഹ്മവിഷ്ണു രുദ്രാദികളാലും ആരാധിക്കപ്പെടുവാൻ യോഗ്യയായ നിന്തിരുവടിയെ ത്രികരണങ്ങളെ കൊണ്ട് നമസ്കരിക്കുന്നതിനും സ്തോത്രം ചെയ്യുന്നതിനും ജന്മാന്തരത്തിൽ പുണ്യം ചെയ്യാത്ത ഒരുവൻ എങ്ങനെ സമർത്ഥനായി ഭവിക്കുന്നു? സമർത്ഥനായി ഭവിക്കുന്നില്ല എന്ന് അർത്ഥം. അപ്പം ഈ ശ്ലോകം ഇങ്ങനെ ഇവിടെ കഴിഞ്ഞു. അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതുവരെ ഹരി ഓം. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ശ്ലോകം ചൊല്ലാം. അഥ ശ്രീ സൗന്ദര്യലഹരി സ്തോത്രേ പ്രഥമ ശ്ലോക, ഒന്നാമത്തെ ശ്ലോകം. ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അധസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാതിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃതപുണ്യപ്രഭവതി. ഇതിൽ പിരിച്ചു പറയാനായിട്ട് ശിവഹ ശക്തിയ, ശിവശക്തിയ. ശിവഹ ആ വിസർഗം കഴിഞ്ഞ് ഒരു ചായയേ ഉള്ളൂ. ശിവഹ എന്ന് പറഞ്ഞാൽ ഒരു ചായ, ശക്തിയ എന്നുള്ളത്. ഒന്നിച്ച് പറയുമ്പോൾ ശിവശക്തിയ എന്നൊന്നിച്ച് പറയുമ്പോൾ വിസർഗം മാറിയിട്ട് ചായ ഇരട്ടിക്കുന്നു. യുക്തോ യുക്തഃ യദി ഭവതി ശക്തഃ പ്രഭവിതും ന ചേദേവം ദേവഃ ന ഖലു കുശലഃ സ്പന്ദിതും അപി അധസ്ത്വാം ആരാധ്യാം. ഒന്നിച്ച് വരുമ്പം അധസ്ത്വാം ആരാധ്യാം ഹരിഹരവിരിഞ്ചാദിഭിः അപി ഹരിഹരവിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ. വാ എന്നവിടെ പറയുന്നത് ഓർ, ഓ ആർ ഓർ അല്ലെങ്കിൽ എന്നാണ്, എങ്കിലെന്ന്. കഥം അകൃതപുണ്യഃ, കഥം അകൃതപുണ്യഃ പ്രഭവതി, എങ്ങനെ ഭവിക്കും എന്ന്, പ്രഭവിക്കും എന്നർത്ഥം. ഇതുകൊണ്ട് ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരി ഓം. ഇന്നത്തെ സൗന്ദര്യലഹരി സ്തോത്ര പഠനം അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും അമേ നാരായണ. ഹരി ഓം. സകലം ശ്രീദേവ്യാർപ്പണമസ്തു.